ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ധനുഷിന്റെ മറ്റൊരു സിനിമ, ധനുഷ് തന്നെ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അപ്പം ധനുഷ്, അതുപോലെ തന്നെ എസ് ജെ സൂര്യ, പ്രകാശ് രാജ്, പിന്നെ നമ്മുടെ മലയാളത്തിലെ അപർണ ബാലമുരളി, ഇവരെല്ലാം കൂടെ ഒന്നിക്കുന്ന ഇതിനെപ്പറ്റി നമ്മുടെ അപ്ഡേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഗംഭീര സിനിമയാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് മ്യൂസിക് കൈകാര്യം ചെയ്യുന്ന എ റഹ്മാനാണ്. ഇപ്പൊ ഇതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നേരത്തെ ഒരു ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു, ഇപ്പൊ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇതിന്റെ പാട്ടുകളൊക്കെ നല്ല രസമുണ്ട് കേൾക്കാൻ. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ആ ഒരു ട്രെയിലർ കണ്ടു നോക്കാം. காட்டிலே ஆபத்தான மிருகம் எது தெரியுமா? சிங்கம்தான். காட்டிலே ஸ்ட்ரென்த்தான மிருகம் சிங்கம், ஆனா ஆபத்தான மிருகம் ஓநாய். ஒத்தைக்கு ஒத்த நின்னா சிங்கம் ஓநாயை அடிச்சிடும். ஆனா ஓநாய் பயங்கர தந்திரவாதி. கூட்டமா சுத்து போட்டு ஸ்கெட்ச் போட்டு சிங்கத்தை அடிச்சிடும். அவன் பெரிய ஆம்பளை, தைரியசாலி, அவன் இங்க வந்து போட சொல்லு. பேய் மாதிரி வருவான், இறங்கி செய்வான். போய் என்ன சொன்ன? தப்புன்னு கேஸ வாபஸ் வாங்கிட்டான். கெஞ்சி கேட்டேன் சார். உசிரே நீதானே நீதானே நடலாம் கூட நானே. നമ്മുടെ ഒരു വടച്ചെന്നൈ ടൈപ്പ് ഒരു മേക്കിംഗ് ആണ് വടച്ചെന്നൈ. പിന്നെ അതുപോലെ എനിക്ക് ചില സീൻസ് ഒക്കെ എനിക്ക് ഗരുഡഗമന, ഋഷഭഗമന അതുമായിട്ടൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നല്ല നൈറ്റ് ഷോട്ട് ഉണ്ട്. കുറെ ഇന്നത് ഷോർട്സ് ഒക്കെ അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. എന്ന് വെച്ചാല് ധനുഷ് അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്കൊന്ന് ധനുഷിനോടൊപ്പം തന്നെ എസ് ജെ സൂര്യ ഇല്ലേ, കുറച്ച് സീരിയസ് ആണ് പുള്ളി. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വില്ലൻ കഥാപാത്രമാണ്, പക്ഷെ ഇത് കുറച്ച് വ്യത്യസ്തതയുണ്ട്. ഇപ്പൊ കുറച്ച് കാണുമ്പോൾ വില്ലനായിട്ട് അഭിനയിച്ചെങ്കിലും അതിനകത്ത് കുറച്ച് ഹ്യൂമർ ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് മൊത്തത്തിൽ ലുക്കും വ്യത്യാസമാണ്. പിന്നെ പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ ആ ഒരു ശൈലി വിട്ട് വേറെ ശൈലിയിലേക്കാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഇതിന്റെ ഒരു മേക്കിംഗ് തന്നെയാണ്. പിന്നെ ഹെവി വയലൻസ് വന്നിട്ടുണ്ടേ, നല്ല അടിയുണ്ട്, അതുപോലെ തന്നെ വെട്ടുകുത്ത് സാധനമല്ല ഇതിനകത്ത് ശരിക്കും ഉണ്ട്. ഇതിനകത്ത് കണ്ടിട്ട് ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് എന്തോ ഒരു അണ്ടർവേൾഡുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളൊക്കെയാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു ലോക്കൽ ഗുണ്ടാസ് സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഉണ്ടാകുന്ന ചിലപ്പം വേർതിരിവും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ക്ലാഷും എന്തോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ആയിരിക്കാം തോന്നുന്നു. അപ്പൊ എനിക്കൊന്ന് ആ ഒരു നമ്മളിപ്പോ ഈ അണ്ടർവേൾഡ് ഡോൺ ആ ഒരു ടൈപ്പ് പടങ്ങളൊക്കെ കുറെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഒരു സംഭവമാണ്. പക്ഷേ മേക്കിംഗ് കൊണ്ട് ഭയങ്കര വ്യത്യസ്തത ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. പിന്നെ എടുത്തു പറയേണ്ടത് ARRന്റെ ആ ഒരു സ്കോർ, ലാസ്റ്റ് വന്ന ആ ഒരു ചെറിയൊരു ലിറിക്കിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ആ ഒരു സോങ് ഓൾറെഡി വന്നിട്ടുണ്ട്. അത് കിടില സാധനമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയെ തന്നെ പിടിച്ചെടുത്താൻ പോകുന്നത് ആ ഒരു സ്കോറിംഗ് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ലാസ്റ്റ് നമുക്കത് ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു സ്കോർ കയറി വന്നേക്കുന്നത്. ജൂലൈ 26-നാണ് റിലീസ്. അപ്പൊ നമുക്ക് എന്തായാലും ധനുഷിന്റെ വക അല്ലെ, ധനുഷിന്റെ 50ാമത്തെ ചിത്രമാണ്. അപ്പം വലിയൊരു വിജയമാകുമെന്നാണ് നമ്മളൊരു പ്രതീക്ഷ. ഇപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല, നല്ലൊരു ചിത്രമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.